അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് അല്പസമയത്തിനകം ആരംഭിക്കും. പ്രധാനമന്ത്രി അയോധ്യയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് 12:29-നും 12:31-നും മധ്യേയുള്ള അഭിജിത്ത് മുഹൂർത്തത്തിലാണ് പ്രാണപ്രതിഷ്ഠ നടക്കുന്നത്. ഉച്ചയ്ക്ക് 12:30-ന് പ്രധാനമന്ത്രി അതിഥികളെ അഭിസംബോധന ചെയ്യും. 2:10-ന് കുബേർതീലയിലെ ശിവക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി ദർശനം നടത്തും. പ്രധാനമന്ത്രി എന്തായാലും അയോധ്യയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നാളെ മുതൽ ക്ഷേത്രം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. വിശദാംശങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ഉണ്ട് അയോധ്യയിൽ നിന്ന്. ആർ കെ, പ്രധാനമന്ത്രി അവിടെ എത്തിച്ചേർന്നു. ചടങ്ങുകൾ അല്പസമയത്തിനകം ആരംഭിക്കും. ഇപ്പോഴുള്ള വിശദാംശങ്ങൾ എന്താണ്? ക്രിസ്റ്റീന പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി ഈ അഭിജിത്ത് മുഹൂർത്തത്തിന് ഏതാണ്ട് 30ഓളം മിനിറ്റ് മാത്രമാണ് ശേഷിക്കുന്നത്. ക്ഷേത്രത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തം എന്ന് പറയാവുന്ന ഈ അഭിജിത്ത് മുഹൂർത്തത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് നടന്നിരിക്കുന്നത്. വിഗ്രഹം പ്രാണൻ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഇനി അഭിജിത്ത് മുഹൂർത്തം എത്തുന്നതോടുകൂടി ആചാര്യൻ അദ്ദേഹത്തിൻ്റെ പൂജകൾ നടത്തി മൂലമന്ത്രം ഉപദേശിച്ച് സപ്തനദികളിൽ നിന്നുള്ള ജലം ശംഖിലേക്ക് ആവാഹിച്ച് അദ്ദേഹത്തിന്റെ ജീവ ചൈതന്യം കൂടി അതിന്റെ ഭാഗമായി സങ്കല്പം ചെയ്ത് ഈ വിഗ്രഹത്തിലേക്ക് പതിപ്പിക്കുന്നതോടുകൂടി ഈ വിഗ്രഹത്തിന് ജീവൻ ലഭിക്കുന്നു എന്നുള്ളതാണ് വിശ്വാസം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടത്, സാധാരണഗതിയിൽ ഈ ഉത്തരേന്ത്യൻ വിഗ്രഹങ്ങളിൽ ഈ പ്രഭാവലയങ്ങൾ അങ്ങനെ കണ്ട് ശീലം ഉള്ളതല്ല. എന്നാൽ വിരളമായിട്ടുള്ള ക്ഷേത്രങ്ങളിലുണ്ട് താനും. എന്നാൽ ഇവിടെ രാമവിഗ്രഹത്തിന് ഈ ബാലനായിട്ടുള്ള രാമന് ഒരു പ്രഭാവലയമുണ്ട്. ഈ പ്രഭാവലയത്തിൽ 10 അവതാരങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രഭാവലയം സൃഷ്ടിച്ചിരിക്കുന്നത്. അതിൽ ഈ 10 അവതാരങ്ങളെയും ഉൾപ്പെടുത്തുന്ന വിധത്തിൽ ഈ പ്രഭാവലയം സൃഷ്ടിക്കുന്നതിന് ഏറ്റവും അടിസ്ഥാന കാരണമായി ആയിട്ടുള്ളത് ബാലവിഗ്രഹം ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഇതിന്റെ വലതു വശത്തായിട്ട് മത്സ്യ, കൂർമ്മ, വരാഹ, നരസിംഹ രൂപങ്ങളാണ് ഉണ്ടാവുക. ഒപ്പം ഇടത് വശത്തായിട്ട് പരശുരാമൻ, രാമൻ, കൃഷ്ണൻ, കൽക്കി അടക്കമുള്ള രൂപങ്ങളും ഈ പ്രഭാവലയത്തിന് ചുറ്റുമായിട്ട് ഉണ്ടാകും. അങ്ങനെ പ്രഭാവലയത്തിനൊപ്പം തന്നെ ഈ 10 അവതാരങ്ങളെ കൂടി പ്രതിഫലിപ്പിച്ചുകൊണ്ട് മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വിഗ്രഹം തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു താമരയിലാണ് രാമവിഗ്രഹം അവിടെ ഉണ്ടാവുക. ഇനി നടക്കാൻ പോകുന്ന ചടങ്ങ് പ്രധാനമന്ത്രി എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹമാണ് മുഖ്യ യജമാനൻ. അതുകൊണ്ട് യജമാനന് കാത്താണ് ചടങ്ങ് ഇപ്പോൾ ഇരിക്കുന്നത്. അദ്ദേഹം എത്തിക്കഴിഞ്ഞാൽ ചടങ്ങുകളുടെ അവസാന ഘട്ടത്തിലേക്കുള്ള തുടക്കമാകും. അതിനുശേഷം ഈ അതിലേറ്റവും പ്രധാനപ്പെട്ടത് വിഗ്രഹത്തിന്റെ മുഖപടം മാറ്റി ആ വിഗ്രഹത്തിന് സ്വർണത്തിൽ അഞ്ജനം എഴുതിക്കുക എന്നുള്ളതാണ്. കണ്ണുകളിൽ അഞ്ജനം എഴുതിക്കുക എന്നുള്ളതാണ്. അതിന് തുടർച്ചയായിട്ട് കണ്ണാടിയിൽ വിഗ്രഹത്തിന്റെ രൂപം കാട്ടി നൽകുന്നു. അതോടുകൂടി വിഗ്രഹം ലോകം കാണാൻ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. ആദ്യം ദർശനം ലഭിക്കുന്നത് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള 5 പേർക്കായിരിക്കും. പ്രധാനമന്ത്രി, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി, ഉത്തർപ്രദേശ് ഗവർണർ, RSSന്റെ അധ്യക്ഷൻ, ഒപ്പം ക്ഷേത്രത്തിന്റെ മുഖ്യ പൂജാരി എന്ന രീതിയിലായിരിക്കും അവർ സമർപ്പിക്കുന്നു. താലങ്ങളിൽ 56 വിഭവങ്ങളാകും ആദ്യം സമർപ്പിക്കുന്നത്. ആ 56 വിഭവങ്ങളും ഉപയോഗിച്ച് ആദ്യത്തെ നൈവേദ്യം നടക്കും. ഈ നൈവേദ്യത്തിന് ശേഷം പ്രധാനമന്ത്രി ആരതി നടത്തും. പ്രധാനമന്ത്രി ആരതി നടത്തുന്നതിന് തുടർച്ചയായിട്ടായിരിക്കും അതിനുശേഷം പ്രാർത്ഥിച്ചതിന് ശേഷം അദ്ദേഹം മുഖ്യ ക്ഷേത്രത്തിന്റെ പ്രധാന കവാടം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്ന് നൽകും. അതോടുകൂടി ക്ഷേത്രത്തിന്റെ ശ്രീരാമക്ഷേത്രം പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്ന് നൽകിയിരിക്കുന്നു, വിശ്വാസികൾക്ക് വേണ്ടി തുറന്ന് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം. പ്രധാനമന്ത്രിക്ക് ഇവിടെ മുഖ്യ യജമാനൻ എന്ന രീതിയിൽ വലിയ സ്ഥാനമാണ് ഉള്ളത്. അദ്ദേഹമായിരുന്നു ഈ ക്ഷേത്രത്തിന്റെ ശിലയിടൽ ചടങ്ങിലും മുഖ്യ യജമാനനായി പ്രവർത്തിച്ചത്. പ്രധാനമന്ത്രി അല്പസമയത്തിനകം അവിടെ എത്തും. നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാനായി സാധിക്കുന്നത്, ചില വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്നും അറിയാനായിട്ട് സാധിക്കുന്നത്, അദ്ദേഹം സരയൂ സ്നാനം നടത്തി എന്നുള്ള കാര്യമാണ്. അതിനുശേഷമാണ് അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഈ അവധിന്റെ ഹൃദയമാണ് അയോധ്യ. അയോധ്യയുടെ ഹൃദയമാണ് സരയൂ. രാമനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. രാമന്റെ
എല്ലാ വിധത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൻ്റെ തുടക്കം മുതൽ സ്വർഗാരോഹണം വരെ ഈ സരയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അത് വലിയ പ്രാധാന്യമാണ് സരയുവിന് നൽകുന്നത്. അടുത്ത നാളുകളിൽ സരയുവിൽ നടന്നിരിക്കുന്ന വികസന പ്രവൃത്തികളും ഒക്കെയുള്ള കാര്യങ്ങൾ അത് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. അയോധ്യയിലെ പുതിയ ശ്രീരാമക്ഷേത്രം യാഥാർത്ഥ്യമാകുമ്പോൾ ഈ മേഖലയിലുള്ള ഏതാണ്ട് 14ഓളം കിലോമീറ്റർ പരിധിയിലുള്ള വലിയൊരു വികസനം എന്ന രീതിയിലാണ് അത് നടപ്പാക്കുകയും അതിൻ്റെ ഭാഗമായി ചെയ്തിരിക്കുന്നത്. വലിയ രീതിയിൽ ഇപ്പോൾ നമുക്ക് ഈ നിരത്തുകളിൽ കാണാൻ സാധിക്കുന്നത് നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട്. പല കോണുകളിൽ നിന്നും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെയുള്ളത്. അവരെല്ലാം ഇവിടെ നിൽക്കുന്നത് നാളെ ആരംഭിക്കുന്ന ദർശനം അത് ലഭിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. 3 നിലകളാണ് ഈ ക്ഷേത്രത്തിന് ഉള്ളത്. അതിൽ 2 നിലകളിലാണ് ഇപ്പോൾ ഇത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ഗർഭഗൃഹം വരുന്നത് 2ാമത്തെ നില എന്ന രീതിയിലാണ്. ഇനി പ്രധാനമന്ത്രി അവിടേക്ക് എത്തുകയാണ്. സിംഹദ്വാറിലൂടെ അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കും. കിഴക്ക് വശം നോക്കിയാണ് ക്ഷേത്രം നിലകൊള്ളുന്നത്. ക്ഷേത്രത്തിന് 32 പടികളുണ്ട്. ഗർഭഗൃഹത്തിലേക്ക് 32 പടികൾ കയറി പ്രധാനമന്ത്രി എത്തും. അതോടുകൂടിയാണ് ഈ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട അവസാന ചടങ്ങുകളിലേക്ക് കടക്കുന്നത്.